ഹായ് ഹലോ. അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. അച്ചാച്ചനും ലിജിനും പിന്നെ ഞാനും ഇച്ചാനും പിള്ളേരും സെറ്റും കൂടിയാണ് ഇന്ന് ലുലുവിലേക്ക് വന്നത്. അവിടെ ഓഫർ എന്തോ ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞു കേട്ടോ. അച്ചാച്ചൻ മീട്ടുവിനെ കൊണ്ടുപോകുന്നെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ എപ്പോഴോ അച്ചാച്ചൻ അബദ്ധത്തിലൊന്ന് ചോദിച്ചു പോയി നിങ്ങൾ വരുന്നുണ്ടോയെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനും അതിൻ്റെ കൂട്ടത്തങ്ങ് കയറിക്കൂടി. വരുന്ന വഴിക്കെല്ലാം ഇച്ചായൻ പറയുന്നുണ്ടായിരുന്നു, കഴക്കൂട്ടം ഭാഗത്തൊക്കെ നല്ല ബ്ലോക്കാണ്, ഞാൻ വരുന്ന വഴിക്ക് കണ്ടതാണ്, നമുക്കിന്ന് പോകണ്ടെന്നൊക്കെ. അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞേ, ഈ 11 മണിക്കൊക്കെ ആ സമയത്തൊക്കെ ആരെ വരാനാ, എല്ലാവരും ഉറങ്ങുന്ന സമയമല്ലേ. അവിടെ ചെന്നപ്പോഴല്ലേ ദൈവമേ, അവിടെ ഇല്ലാത്ത ആൾക്കാരില്ല. ഓഫറുണ്ടെന്ന് കേട്ടപ്പോൾ നമ്മൾ വന്നതുപോലെ ബാക്കിയുള്ളവരും വരാതിരിക്കുന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങളെങ്ങനെ ആ തിരക്കിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. ചോട്ടുവിനും മീട്ടുവിനും നന്നുവിനും ആണെങ്കിൽ അവർ മൂന്നുപേരും ഭയങ്കര ഹാപ്പി. അവർ കുറേ നാളുകൾക്ക് ശേഷമാണ് ലുലുവിലേക്ക് വരുന്നത്. ചോട്ടു ആദ്യമായിട്ടാണ് ലുലുവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ചോട്ടുവിന് അവിടെയുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര കൗതുകത്തോടു കൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ചോട്ടു ലുലുവിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എസ്കലേറ്ററിൽ കയറാനായിരുന്നു. അവൾക്ക് എസ്കലേറ്ററിൽ കയറാൻ പേടിയില്ലെങ്കിലും അവൾ ചാടി കയറാൻ പോകുന്നത് കാണുമ്പോൾ നമുക്കായിരുന്നു പേടി. പക്ഷെ എന്നാലും അവളെ കയറ്റി ഞങ്ങൾ. അവൾ എത്രത്തോളം എൻജോയ് ചെയ്തെന്ന് അവളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കത് കാണാൻ പറ്റുമായിരുന്നു. എല്ലായിടത്തും പോയി ഓരോന്നും അവൾ നോക്കി നിൽക്കുന്നതും എല്ലാം നല്ല രസമുള്ള കാര്യമാണ്. ചോട്ടുവിൻ്റെ കൂടെ കളിക്കുന്നതിൻ്റെ ഇടയിൽ മീട്ടുവും നന്നും ആണെങ്കിൽ ഫണ്ടൂറയുടെ കാര്യം മറന്നുപോയെന്നാണ് തോന്നുന്നത്. മീട്ടുവും ചോട്ടുവും ജനിച്ചതിന് ശേഷം അവരുടെ ഫോട്ടോസും വീഡിയോസും മാത്രമാണ് എപ്പോഴും എടുക്കാറുള്ളത്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഞങ്ങളുടെ ഒരു വീഡിയോ എടുക്കുന്നത്. അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ ഈ ചാനലൊക്കെ തുടങ്ങിയത് കൊണ്ട് ഇപ്പോൾ പഴയ പോലെ ഞങ്ങളുടെ രണ്ടുപേരുടെയും വീഡിയോസും ഞാനിപ്പോൾ എടുത്തു തുടങ്ങി. അച്ചാച്ചനും ലിജിനും ലുലു കണക്റ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ പിള്ളേരൊക്കെ ആയിട്ട് ഞങ്ങളും പിന്നെ നേരെ അങ്ങോട്ടേക്ക് തന്നെ പോയി. അപ്പം ഞങ്ങൾ അവിടെ പോയത് മമ്മിക്കൊരു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഓഫറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു ഫോൺ നോക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോയി. അങ്ങനെ മമ്മിക്കൊരു ഫോൺ നമ്മൾ അവിടെ നിന്ന് മേടിച്ചായിരുന്നു. ഫോൺ സെലക്ട് ചെയ്യുന്നതല്ലായിരുന്നു അന്ന് അവിടുത്തെ ടാസ്ക്, അത് ബില്ല് ചെയ്യുന്നതിനായിരുന്നു. എൻ്റെ അമ്മോ, വലിയ നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു. ചോട്ടോനാണെങ്കിൽ അവിടെ നിന്നും നടന്നുമൊക്കെ മടുത്ത ചോട്ട് കിട്ടിയിടത്തെല്ലാം അങ്ങ് ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അച്ചാച്ചൻ പറഞ്ഞു, ഞങ്ങൾ ബില്ല് ചെയ്തോളാം, നിങ്ങൾ പിള്ളേരുമായിട്ട് നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ പിന്നെ നേരെ ഇനി ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറിയിട്ട് ഞങ്ങൾ വീഡിയോസൊന്നും എടുത്തില്ലായിരുന്നു. അവിടെ നല്ല തിരക്കായിരുന്നു. ഇച്ചായനാണെങ്കിൽ എന്ത് ചെയ്താൽ അതിനകത്തോട്ട് കയറത്തില്ല. അവിടെ ഭയങ്കര തിരക്കാണ്, നമുക്ക് കയറണ്ട, കയറിയാൽ നമുക്ക് സാധനം മേടിച്ചുകൊണ്ട് ബില്ല് ചെയ്ത് ഇറങ്ങാൻ പറ്റത്തില്ല, ബില്ല് ചെയ്യാൻ തന്നെ ഭയങ്കര വലിയ ക്യൂ ആണ്, അതാണ് ഇതാണെന്ന് ഓരോ കാരണങ്ങളും പറഞ്ഞ് അകത്തോട്ട് കയറാതെ അങ്ങനെ അവിടെ നിന്നു. പിന്നെ അച്ചാച്ചൻ വന്നതിന് ശേഷമാണ്, അവിടെയും കുറച്ച് നേരം ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറിയത്. നല്ല തിരക്കായതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അത്യാവശ്യത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് എക്സ്പ്രസ് കൗണ്ടറിലൂടെ നമ്മൾ പിന്നെ ബില്ലൊക്കെ ചെയ്തിട്ട് പുറത്തേക്ക് ഇങ്ങനെ പോന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ കുട്ടി വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയും നേരം ക്ഷമയോടുകൂടി ഈ വീഡിയോ ഇരുന്ന് കണ്ടതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.